എന്തുട്ടാ വലിപ്പം. ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നൊരു 100-300 മീറ്റർ മാറിയിട്ടാണ് നിൽക്കണത്. എന്നാലും ഇത് ക്യാമറയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ KL ടവർ കണ്ടുകൊണ്ട് നമ്മളിനി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഹോട്ടൽ സമുച്ചയങ്ങളാണ് കേട്ടോ. ഇതൊരു ബാങ്കാണ്. ഇവിടെ നമുക്കൊരു ചെറിയൊരു ടെന്നീസ് കോർട്ട് കാണാം കണ്ടോ, പച്ച കളറിൽ ടെന്നീസ് കോർട്ടാണത്. അങ്ങനെ കാത്തിരുന്ന് അവസാനം നമ്മുടെ രണ്ടാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണ തായ്ലാൻഡിൽ പോയായിരുന്നു. ഇത്തവണ നമ്മൾ വന്നിട്ടുള്ളത് മലേഷ്യയാണ്. ഓക്കെ, നമ്മളൊരു 3 ദിവസവും 4 രാത്രിയായിട്ട് മലേഷ്യയിൽ നമ്മൾ ചെലവിടാൻ പോവാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഇനി ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പം എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ഡയറക്റ്റ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ആവുകയാണ്. ചെറുതായിട്ടൊന്ന് ഫ്രഷനപ്പ് ആയിട്ട് നമ്മൾ നേരെ നമ്മുടെ ട്രിപ്പിലേക്ക് കടക്കുവാണ്. നമ്മളിപ്പോൾ ഇതാ എയർപോർട്ടിൽ നിന്ന് പതുക്കെ സിറ്റി ടൂറിന് പോവാണ്. അപ്പോൾ വഴിയിൽ കണ്ട ഒരു റെസ്റ്റ് റൂമിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒന്ന് ഫ്രഷനപ്പ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നിർത്തിയിരിക്കുകയാണ്. മലേഷ്യ കൊള്ളാം, അടിപൊളി. നമ്മൾ തായ്ലാൻഡിൽ പോയി കണ്ട അതേ ഒരു പ്രതീതി നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. വണ്ടികളായാലും റോഡായാലും ബിൽഡിങ്സ് ആയാലും ആ ഒരു തായ്ലാൻഡ് ലുക്ക് കിട്ടുന്നുണ്ട് ചെറുതായിട്ട്. നമ്മുടെ കൂടെ വന്ന ഡ്രൈവറും അടിപൊളിയാണ്. പുള്ളിക്കാരൻ ഈ നാട്ടുകാരനാണ്. ആള് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വലിയ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ഫസ്റ്റ് ഡേ ആണിത്. യാത്ര തുടങ്ങി. ഇനി കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതാണ് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വന്ന സ്ഥലം. വരുന്നതാണ് നമ്മുടെ ചേട്ടൻ്റെ, ഡ്രൈവർ ചേട്ടനാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷനപ്പ് ആവാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ചെറിയ ഹോട്ടലും പരിപാടികളൊക്കെ ഉണ്ട് സൈഡിൽ. കണ്ടോ, സ്ട്രീറ്റ് ഫുഡിൻ്റെ സാധനങ്ങളാണ്. ഞാൻ പോയി നേരത്തെ നോക്കിയായിരുന്നു. നോൺ വെജ് ഐറ്റംസിൻ്റെ കളക്ഷൻ, ജ്യൂസ്, വാട്ടറൊക്കെയാണ് ഇവിടെ ഉള്ളത്. തൊട്ട് മുമ്പിൽ നമുക്ക് ഹൈവേ പോകുന്നത് കാണാം. അപ്പം ഈ റോഡ് നമുക്ക് സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തായ്ലാൻഡ് എത്തും. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ സിംഗപ്പൂർ. അങ്ങനെയാണ് എന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ കണ്ടോ, ഇതിപ്പം അവിടെ ടോയ്ലറ്റും പരിപാടികളൊക്കെ ഇവിടെയാണ്. ബാക്ക് സൈഡിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ലേഡീസിൻ്റെ ടോയ്ലറ്റും ജെൻസിൻ്റെ ടോയ്ലറ്റും വരുന്നുണ്ട്. അടിപൊളി സെറ്റപ്പ്. അത് വലിയൊരു ഹൈവേറെ സൈഡിൽ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റിയ സ്ഥലം. കണ്ടോ, കൊള്ളാം അല്ലേ? ക്ലെൻലിനെസ് കണ്ടോ, ക്ലെൻലിനെസ് ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ചപ്പ് ചവറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സിംഗപ്പൂരിൻ്റെ അടുത്തുള്ള രാഷ്ട്രമാണല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ക്ലെൻലിനെസ് ഉണ്ടാവും എന്തായാലും. ഇന്നത്തെ വെതറും കൊള്ളാം, അടിപൊളി വെതറാകണ്ട, നല്ല അടിപൊളി വെതർ. അവിടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മലേഷ്യ വരണം എന്നുള്ളത്. അപ്പോൾ ഒരു 3-4 മാസം മുന്നേ ബുക്ക് ചെയ്തതാണ് മലേഷ്യക്കുള്ള ഈ ട്രിപ്പ്. ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ എയർ ഏഷ്യയുടെ വണ്ടിയിൽ വന്ന് ലാൻഡ് ചെയ്തു. 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു വണ്ടി. പക്ഷേ നമ്മൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ലാൻഡ് ചെയ്തു. ചേട്ടനും ഫാമിലിയും ബാംഗ്ലൂരിൽ നിന്നും ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നല്ല കൊച്ചിയിൽ നിന്നും കയറി. ആസ് ഓഫ് നൗ അടിപൊളി. മലേഷ്യ ഈസ് ഗുഡ്. കാണാനും അടിപൊളിയാണ്. ഇനി നമ്മൾ ഇന്ന് രാവിലെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട്. ഒരു ബട്ടു കേവ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കേവ് സെറ്റപ്പ്. അവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ ഈ ട്രിപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മൾ കൊച്ചിയിലുള്ള പ്ലുമേറിയ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽ ഏജൻസി വഴിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൊച്ചിയിലെ കല്ലൂരാണ് ഇവരുടെ ഓഫീസ് വരുന്നത്. അടിപൊളി സർവീസ് ആയിരുന്നു ഇവരുടെ കേട്ടോ. ആദ്യം മുതൽ തന്നെ നല്ല സർവീസ് ആയിരുന്നു ഇവരുടെ. കോർഡിനേഷനും കാര്യങ്ങളും നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നിന്ന സ്ഥലമാണെങ്കിലും ഹോട്ടലാണെങ്കിലും നമുക്ക് കൂട്ടിന് വന്ന ഗൈഡാണെങ്കിലും ഡ്രൈവർ ആണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഈ പാലം കണ്ട, ആ പാലത്തില് 2 ലെയറായിട്ട് കാണാൻ പറ്റും, മുകളിലും താഴെയായിട്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ മേലെ കൂടെ അങ്ങോട്ടേക്കുള്ള ട്രാഫിക്കും താഴെ കൂടെ ഇപ്പുറത്തെ സൈഡിലേക്കുള്ള ട്രാഫിക്കും, ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ട്രാഫിക്കാണ് മുകളിലും താഴെയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിപൊളി കൺസെപ്റ്റ് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇത് എപ്പോഴാണ് വരികയാവോ? പിന്നെ അതിന്റെ താഴെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞത് എയർപോർട്ടാണ്. പണ്ടത്തെ എയർപോർട്ട് ആ ഒരു ഭാഗത്തായിരുന്നു.
നമ്മൾ പോണ വഴിക്ക് ഒരു ഇവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നിരിക്കട്ടോ. അപ്പോൾ അതിൻ്റെ കാണിച്ചു തരാം, നോക്ക്. ഇത് കണ്ട, ഈ കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ മുന്നോക്കി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സിറ്റി കാണാം. കണ്ട, അത് ഫുള്ള് നമ്മുടെ മലേഷ്യ കോലാലംപൂർ സിറ്റിയാണ് ഈ കാണുന്നത്. പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് മറ്റേ സിറ്റി റൗണ്ട് അടിക്കുന്ന ബസ് വന്നേക്കണം. അപ്പം ഇതാണ് നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരം. അത് കവാടം, ബാക്കിൽ കൊട്ടാരം. പൊളി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പം നമ്മൾ ബാട്ടു കേസിലെത്തിയിട്ടുണ്ട് കേട്ടോ. ബാട്ടു കേസിലെത്തിയപ്പം മറ്റേ മുരുകൻ്റെ ഒരു പ്രതിമയൊക്കെ നിൽക്കുന്ന നമ്മുടെ ഏതോ ഒരു സിനിമയിൽ അജിത്തൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു ടെമ്പിളില്ലേ, അതിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ലഞ്ചെന്നല്ല നോക്കുകയാണെങ്കിൽ ബ്രഞ്ച് എന്ന് പറയാം. കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല. 11:30 നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പോൾ ബ്രഞ്ച് കഴിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിനിപ്പോൾ ഈ ഒരു ടെമ്പിൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എന്താ കണ്ടോ, അതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു മുരുകൻ്റെ ശില്പം ഉള്ളത്. അതിൻ്റെ മേലേക്ക് നമുക്ക് സ്റ്റെപ്സ് കയറാനുണ്ട്. അത് കേവിലേക്കും ടെമ്പിളിലേക്കും പോകണമെങ്കിൽ സ്റ്റെപ്സ് കയറണം. ഇതിന് താഴെ ചെറിയ ടെമ്പിൾസ് ഉണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ടെമ്പിൾസ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു ഗണപതി ടെമ്പിൾ ഉണ്ട്. റെസ്റ്റോറൻറ്റ് വരുന്നത് ആ സൈഡിലേക്കാണ്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാണ്. കണ്ട, ആ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ മുരുകൻ്റെ ശില്പം, ഫേമസ് ആയിട്ടുള്ള മുരുകൻ്റെ ശില്പം വരുന്നത്. അപ്പം ഇതൊരു ടെമ്പിള്. അതിൻ്റെ ബാക്കിലേക്ക് അവിടെയും കുറച്ച് ടെമ്പിൾസ് ഉണ്ട്. ഇവിടെ ഫുള്ള് റെസ്റ്റോറൻ്റ് ആണ്. ഈ കാണുന്ന ബിൽഡിങ്സ് ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം, കുഴപ്പമില്ല. ഞങ്ങളൊരു വെജ് മീൽസ് കഴിച്ചു. വെജേ കിട്ടുള്ളൂ കേട്ടോ, കാരണം ടെമ്പിൾ ഏരിയ ആയതുകൊണ്ട് വെജേ കിട്ടത്തുള്ളൂ. ഞങ്ങളങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി ആ മുരുകൻ്റെ ടെമ്പിളൊന്ന് കാണാൻ പോകണം അടുത്ത്. അങ്ങനത്തെ നമ്മൾ ഫൈനലി ആ സ്റ്റാച്ചുവിനെ തൊട്ട് താഴെ എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ സ്റ്റാച്ചു. ഗോൾഡൻ കളറിലുള്ള സ്റ്റാച്ചു. 15 years മുന്നേ ആണ് ഇത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ആ ഗോൾഡൻ കളർ അവർ തായ്ലാൻഡിൽ നിന്നാണ് പെയിന്റ് ഇറക്കിയതെന്ന് പറയണത്. ഓക്കെ, നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് സ്റ്റാച്ചു. അതാണ് ഞാൻ പറഞ്ഞ സ്റ്റെപ്സ്. 270 സംതിങ് സ്റ്റെപ്സ് നമ്മൾ കയറണം ഇതിൻ്റെ മുകളിലേക്ക്. അപ്പോഴാണ് ആ കേവ് കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ കണ്ടോ, അവിടെയാണ് നമ്മുടെ വന്നിറങ്ങിയ സ്ഥലമൊക്കെ. ആ ഭാഗത്ത് വരിക, റെസ്റ്റോറൻറ്റ് ആ ഭാഗത്ത്. ഇത് നമ്മുടെ ആ ടെമ്പിൾ, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ടെമ്പിൾ. ഇപ്പുറത്തും ഒരു ടെമ്പിൾ ഉണ്ട് കണ്ടോ. ഇത് ആക്ച്വലി ലൈം സ്റ്റോൺ ആണ് കേട്ടോ. അത് റോക്കല്ല, ആക്ച്വലി ലൈം സ്റ്റോണിൽ ഉണ്ടായിട്ടുള്ളതാ. കേരള തുടങ്ങി മക്കളെ ആ സ്റ്റാച്യു. ഇവിടുന്ന് സ്റ്റെപ്സ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് അറിയാട്ടോ, ഇത് ലൈം സ്റ്റോണിൽ ഉണ്ടായി വന്നിട്ടുള്ളൊരു ഹില്ലാണ്. അതിൽ ഇവിടെ ഒരു കേവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് കുറച്ച് എത്തിയിട്ടുള്ളൂ. ആ സ്റ്റാച്യു, അവിടെ സിറ്റി. അത് കാണുന്നത് ഫുള്ള് കോലാലംപൂർ സിറ്റിയാണ്. ഇത് കണ്ടോ, ഇതാണ് ആക്ച്വലി ബട്ടു കേവ്സ്. അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റെപ്സൊക്കെ കയറി ഇവിടെ നിന്ന് പിന്നെ സ്റ്റെപ്സ് ഇറങ്ങി. ഈ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് ഇതാ സെൻറ്ററിൽ നമ്മളെത്തി. ഇവിടെയാണ് കേവിൻ്റെ ഉൾഭാഗം ആക്ച്വലി. കണ്ടോ, ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഫുൾ ടെമ്പിൾസ് ആണ് ഇതിനകത്ത്. വേറെ കോഴി,
പിന്നെ കോഴിക്കുഞ്ഞ്, ചാത്തൻകോഴി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് കണ്ടോ, അതിൻ്റെ മേലെ നിന്ന് വെള്ളം ഡ്രോപ്പായിട്ട് താഴെ വീഴുന്നുണ്ട്. അതാണ് ഈ നനവ് കാണുന്നത്. ഓക്കെ, പിന്നെന്താ ടെമ്പിൾ ഉണ്ട്. ഇനി അവിടെ നിന്നൊരു 60 സ്റ്റെപ്സും കൂടെ വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടെമ്പിൾ എത്തും. നമ്മളപ്പോൾ ടോപ്പിലെത്തിയിട്ടാ. ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്സ് കയറി വന്നിട്ടുള്ള സ്ഥലം. ഇതും ഒരു കേവിൻ്റെ അകത്താണ് കണ്ട. ഇതാണ് ലാസ്റ്റ് വരുന്ന ടെമ്പിള്. നമ്മളിതാ ഇവിടെ നിന്നാണ് കയറി വന്നത്. ഇത് കണ്ട, കോഴീനെ ഇവര് ഇതിൻ്റെ അകത്ത് വളർത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ഈ മുരുകൻ്റെ വൺ ഓഫ് ദി വാഹനം ആണ് കോഴി എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. മയിലുണ്ട്, അത് കൂടാതെ ഈ പൂവൻ കോഴിയില്ലേ, അതും മുരുകൻ്റെ ഒരു വാഹനമാണെന്ന് പറയണം. അത് കാരണം ഇതിനകത്ത് ഇഷ്ടംപോലെ പൂവൻ കോഴികൾ കാണാം.